ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു വെരി മച്ച്. ഒരു വിങ് കമാൻഡർ മുതൽ ഇപ്പൊ 157 പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ വരെ 84 വയസ്സ്. ഇങ്ങനൊരു 84 വയസ്സിൽ ഇത്രയും പുസ്തകങ്ങളൊക്കെ എഴുതി ഇത്ര ഊർജ്ജസ്വലനായിട്ടിരിക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും അല്ലേ? ഞാൻ അങ്ങനെ ചിന്തിക്കണേ. എന്താ സാറിന്റെ ആയിരിക്കാം. എന്താണ് സാറിന്റെ ആ ഒരു രഹസ്യം? ഇത്ര ഊർജ്ജസ്വലതയോടുകൂടി ഈ വയസ്സിൽ ഇത്ര പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ട് എങ്ങനെയാണ് സാറിന്റെ ഒരു എങ്ങനെയാ സാർ അതിനകത്തേക്ക് എത്തിയത്? എനിക്ക് ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു പാഷനാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ എഴുതുമായിരുന്നു. ഞാൻ 10ൽ പഠിക്കുമ്പോൾ ഒരു ഡ്രാമ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പി ഭാസ്കരനെ കാണിച്ചു കൊടുത്തു. ഒരിക്കൽ ഞാൻ പി ഭാസ്കരനായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തപ്പോൾ ടാഗോർ നൃത്ത കലാലയത്തിൽ കൊടുക്കാൻ പറഞ്ഞു. കൊടുങ്ങല്ലൂരുണ്ട്. ഞാൻ അവരെ കൊടുത്തു. അവർ എന്നോട് പിന്നീട് പറഞ്ഞു എൻ്റെ ഡ്രാമ 3 സ്ഥലത്ത് അവർ പ്രദർശിപ്പിച്ചു, സ്റ്റേജ് ചെയ്തു. അങ്ങനെ എനിക്കൊരു വലിയൊരു പ്രചോദനം കിട്ടി. ഞാൻ 10ൽ പഠിക്കുമ്പോൾ 15 വയസ്സുള്ളപ്പോൾ എനിക്ക് പ്രചോദനം കിട്ടി. ആ എഴുത്തിനുള്ള പാഷൻ എനിക്ക് കണ്ടിന്യൂ ചെയ്തു. ഞാൻ എയർഫോഴ്സിൽ ചേർന്നതിന് ശേഷവും ഞാൻ എഴുതുമായിരുന്നു. പക്ഷേ എനിക്ക് പ്രസ്സായിട്ടുള്ള യാതൊരു കോണ്ടാക്റ്റും പാടില്ല ഒരു ഡിഫൻസുകാരൻ. അപ്പോൾ എൻ്റെ എൻ്റെ ഒരു ട്രങ്ക് നിറച്ച് എൻ്റെ പല പുസ്തകങ്ങൾ എഴുതിയതാണ്. 1976 ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് എൻ്റെ ഒരു പോയം ബുക്ക്, ഇംഗ്ലീഷ് പോയം ബുക്ക് ഞാൻ എഴുതി. ഡിസ്ട്രസ് ലേഡി എന്ന ഒരു അത് ഞാൻ ഗോവയിൽ ഒരിക്കൽ പോയിരുന്നു 1973. അവിടെ കലങ്കൂട്ട ബീച്ചിൽ ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ബീച്ച്. അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു പോയം എഴുതി. അത് ഒന്ന് ആൾക്കാരെ അറിയിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് ഞാനത് ഒരു പ്രസാധകനെ കണ്ടുപിടിച്ച് ഡൽഹിയിൽ കരോൾ ബാഗിൽ ഗീത പബ്ലിഷിംഗ് ഹൗസ് അവർ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ കോപ്പി ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ദേവിദാസ്, യു ആർ ഡൂയിങ് എ വെരി ഗ്രേറ്റ് മിസ്റ്റേക്ക്. ഒരിക്കലും ഒരു പട്ടാളക്കാരൻ ഒരു ഇതൊന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അത് ഞാൻ നിർത്തി. ഞാൻ അപ്പോൾ എൻ്റെ എഴുതാനുള്ള ഈ പാഷൻ എൻ്റെ മനസ്സിലിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ എയർഫോഴ്സ് ലൈഫിൽ ഞാൻ എല്ലായിടത്തും എല്ലാ കോഴ്സുകളിലും എപ്പോഴും നമ്പർ 1 ആയിട്ടാണ് എൻ്റെ ജീവിതമായിരുന്നു. എയർഫോഴ്സ് ടെക്നിക്കൽ കോളേജിൽ ഞാൻ എൻ്റെ ഓഫീസർ ട്രെയിനിങ്ങിൽ ഞാൻ ടോപ്പ് നമ്പർ 1 ആയിരുന്നു. എനിക്ക് 3 മെഡൽ എനിക്ക് അന്ന് കിട്ടി. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ കോഴ്സ് ചെയ്തു, എന്ത് ഞാൻ ചെയ്യുന്നു അതിലെപ്പോഴും ഞാൻ നമ്പർ 1 ആയിട്ടാണ്. അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഈവൻ എനിത്തിങ് എന്ത് ഞാൻ ചെയ്യുന്നതും ഐ ഷുഡ് ഡു പെർഫെക്റ്റ്ലി എന്നുള്ള ഒരു പെർഫെക്റ്റ് മാൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എയർഫോഴ്സിൽ ഞാൻ കിടന്നിട്ട് കുറേ പ്രായം കഴിഞ്ഞിട്ട് ദെൻ ഐ വിൽ ലൂസ് ദിസ് പാഷൻ, ഐ വിൽ നോട്ട് ബി ഏബിൾ ടു റൈറ്റ് എനി മോർ. അപ്പം ഞാൻ അറ്റ് ദ ഏജ് ഓഫ് 49 ആസ് എ വിംഗ് കമാൻഡർ ഫ്രം സുലൂർ, എയർഫോഴ്സ് സ്റ്റേഷൻ സുലൂർ, ഐ റിസൈൻഡ്. ഈ പാഷന് വേണ്ടി സാർ അത് റിസൈൻ ചെയ്യുമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഞാൻ അവിടെ ബുക്കും വലിയൊരു നിലയിൽ പോകുമായിരുന്നു. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ തിങ്. ഇറ്റ്സ് ഓൺലി എനിക്ക് എഴുതണം, എൻ്റെ കഴിവുകൾ ജനങ്ങൾ അറിയണം. എന്നിട്ട് ഞാൻ 1991 അറ്റ് ദ ഏജ് ഓഫ് 49 ഐ റിസൈൻഡ്. ആൻഡ് 91 ഞാൻ ഒരു പുസ്തകം ഞാൻ ഗീത പബ്ലിഷിംഗ് ഹൗസിന് കൊടുത്തു, കൽക്കത്ത. അവിടെ അതിൻ്റെ ചീഫ് എഡിറ്റർ PC ലാൽ അത് ആക്സെപ്റ്റ് ചെയ്തു, പബ്ലിഷ് ചെയ്തു. പിന്നീട് എനിക്ക് PC ലാലിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി, മിഷിഗൻ യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ ആ യൂണിവേഴ്സിറ്റി എൻ്റെ പുസ്തകം അംഗീകരിച്ചത് ഡിജിറ്റൈസ് ചെയ്തു. അത് വലിയ പ്രചോദനമായിരുന്നു. അതിനുശേഷം ഐ കെപ്റ്റ് റൈറ്റിംഗ്. അങ്ങനെയാണ് സാർ 157 പുസ്തകം ഞാൻ ആമസോൺ ടുഡേ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ പുസ്തകങ്ങളും ആമസോണിൽ. ഇനിയും ഒരു 3-4 പുസ്തകം എൻ്റെ പല സ്റ്റേജിൽ പഠിക്കാം. ഞാൻ ചിലപ്പോൾ കുറേ നോൺ ഫിക്ഷൻ എഴുതും, അത് കുറേ ഇതാകുമ്പോൾ ഒരു ഫിക്ഷനിലേക്ക് കടക്കും. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ഒരു ഫിക്ഷൻ, ഒരു ഹൊറർ ത്രില്ലർ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിന് എഴുത്ത് മാത്രമല്ല, സാറ് നമ്മുടെ പൂർണിമ ഇന്ദ്രിയത്തൊക്കെ ഉണ്ടല്ലോ, ആള് അഭിനയിച്ചിട്ടുള്ള ആദ്യത്തെ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തത്, അതായത് സാറിന്റെ കഥയുമായിരുന്നു, സാറാണത് പ്രൊഡ്യൂസ് ചെയ്തത് അല്ലേ? 1995 ഞാൻ ചെയ്തതാണ് കുരുത്തോല തുമ്പികൾ എന്ന ഒരു TV സീരിയൽ. അതിൽ
കുമരകം രഘുനാഥ്, കോട്ടയം ശാന്ത, പൂർണിമ, മോഹൻ, പിന്നെ അങ്ങനെ എല്ലാവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതെ, അങ്ങനെയുള്ള നല്ല നല്ല ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ടാണ് അത് കുറേ ചെയ്തത്. ആർട്ടിസ്റ്റുകൾ ചെയ്തു. കുറെ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഞാൻ ഇപ്പോഴും എൻ്റെ ഈ പ്രായത്തിലും എനിക്ക് ആ പാഷൻ പോയിട്ടില്ല. ഒരു ക്രിയേറ്റീവ് വർക്ക് ആയിട്ടുണ്ട്. ഞാൻ പണത്തെ പറ്റിയിട്ട് ചിന്തിക്കാറില്ല. പണം വേണം, പണം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരു സിനിമ പിടിച്ചു, അത് കൃഷ്ണകൃപാസാഗരം. അത് നന്നായിട്ട് പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ശരിയായില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്പിരിറ്റ് പോയിട്ടില്ല. സാറിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് ആ ഒരു സ്പിരിറ്റ്. എനിക്ക് അങ്ങനെ പല ക്രിയേറ്റീവ് വർക്കുകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ എഴുത്തിൻ്റെ പാഷൻ ഞാൻ നേരത്തെ എല്ലാവരോടും പറയാറില്ല. അത് എൻ്റെ ലാസ്റ്റ് ശ്വാസം വരെയും ഐ ഷുഡ് കീപ്പ് റൈറ്റിംഗ്. അത് ഐ വിൽ ഡു ദാറ്റ്. ഇതിനിടയിലും എനിക്ക് പല ജോലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ രാജീവ് ഗാന്ധി എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. 1995 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അത് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, സ്കിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് ചെയ്തതാണത്. അതിൻ്റെ കീഴിൽ ഞാൻ അന്ന് കമ്പ്യൂട്ടറൊക്കെ ആൾക്കാർക്ക് അറിയപ്പെട്ടു വരുന്നേ ഉള്ളൂ. 2 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് ഞാൻ ഇന്ത്യ മുഴുവനും ഫ്രീ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥാപനം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സ്ഥാപനം ഒക്കെ ഗവൺമെൻറ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ജൻശിക്ഷൺ സംസ്ഥാൻ എന്ന ഒരു സ്ഥാപനം, അത് ഈ കേരളത്തിൽ 7 സ്ഥാപനമുള്ളത്. എറണാകുളത്തുള്ള സ്ഥാപനം ഒരു ഡിസ്ട്രിക്റ്റിലൊരെണ്ണമാണ്. ആകെ ഇന്ത്യയിൽ 300 ചില്ലാൻ ജൻശിക്ഷൺ സംസ്ഥാനമുള്ളതാണ്. ജൻശിക്ഷൺ സംസ്ഥാനം എറണാകുളം രാജീവ് ഗാന്ധി എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനാണ് നടത്തുന്നത്. അത് കംപ്ലീറ്റ് ഫണ്ടഡ്, ഗവൺമെൻറ് ഫണ്ടഡാണ്. എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ ഫണ്ട് വരും. അതിന് 2000 ആൾക്കാരെ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കട്ടിങ് ആൻഡ് ടൈലറിങ്, ബ്യൂട്ടീഷ്യൻ, അങ്ങനെ ഞാനിതൊക്കെ പത്രപരസ്യമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നടത്തുന്ന ആള് സാറാണെന്നുള്ളത്, എറണാകുളം നടത്തുന്നത് സാറാണെന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് തിരിച്ചറിയുന്നത്. സാറ് നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ ഇന്ദിരാഗാന്ധിക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അല്ലേ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് സാറിന്റെ മനസ്സിലൂടെ പോയിട്ടുള്ള ആ ഒരു വികാരം എന്തായിരുന്നു? ഫാമിലി ആയിട്ട് ഇന്ദിരാഗാന്ധിനെ കണ്ടിട്ടുണ്ട്, പോയി ഒരു നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അതൊന്ന് പറയാവോ? ഞാൻ ബാംഗ്ലൂരുള്ള സമയത്താണ് എനിക്ക് ഒരു ഫോൺ കോൾ വന്നത്. കമാൻഡാൻറ്റ് എയർഫോഴ്സ് ടെക്നിക്കൽ കോളേജിൽ ഞാൻ അവിടുത്തെ ഒരു വാദ്യാർ പണിയായിരുന്നു. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് കമാൻഡാൻറ്റ് എന്നെ കാണണം എന്നുള്ളത്. അദ്ദേഹം ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. ഞാൻ അയാളുടെ ഓഫീസിൽ പോയി, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി. എന്നോട് പറഞ്ഞത് ഡൽഹിയിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, സ്കോട്ടൻ അന്ന് ഞാൻ സ്കോട്ടൻ ലീഡറാണ്. സ്കോട്ടൻ ലീഡർ ദേവിദാസൻ ഇന്ദിരാഗാന്ധിക്ക് ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണം. ഞാൻ പറഞ്ഞു എവിടെ കൊടുക്കണം? അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഞാൻ പ്രസിഡന്റ് ജയിൽ സിംഗിന് കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പ്. അപ്പോൾ എനിക്ക് VIP കൊടുക്കുന്ന ആ ഹാർട്ട് ബീറ്റ് ഒരു എക്സാജറേറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ആസ് യു നോർമൽ കേസ്. അപ്പോൾ ഞാൻ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നാളെ ഒരു പ്ലെയിൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ പോകുന്നുണ്ട്, അതിൽ നിങ്ങൾ പോകണം അവിടെ. അപ്പോൾ ഞാൻ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കേണ്ട ആൾക്കാരാരാണൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, അത് വേറെ അടുത്തുന്ന സ്ഥലം, ദേവദാസൻ ഇവിടുന്ന് പോയാൽ മതി. അപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ജയിൽ സിംഗിന് കൊടുത്തപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു ആൾക്കാർ. ബിക്കോസ് ഞാൻ ഇവരെല്ലാവരെയും കൺട്രോൾ ചെയ്യണം. എൻ്റെ കമാൻഡിനാണ് ഇവർ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ദാറ്റ് ബി എ ബ്ലാക്ക് മാർക്ക് ഓൺ മീ, ബിക്കോസ് ഐ ആം ദ ഗാർഡ് കമാൻഡർ. അതങ്ങനെ ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യും. പറഞ്ഞു അത് അവർ വരുന്നത് 10:30 വരുന്നത്. യു ബി ദർ ബൈ 8 o'clock. പ്ലെയിൻ വിൽ കം ബൈ 7 o'clock. പ്ലെയിൻ വിൽ ടേക്ക് ഓഫ് ആൻഡ് യു വിൽ ബി ദർ. യു ഗെറ്റ് സം ടൈം ഫോർ 2-3 പ്രാക്ടീസസ്, നോ പ്രോബ്ലം. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ ചെന്നു. അവിടെ ചെന്നപ്പോഴുണ്ട് അവിടെ കുറേ VIP കളുണ്ട്.
വെങ്കട്ടരാമൻ, മിസ്റ്റർ വെങ്കട്ടരാമൻ അന്ന് ഡിഫൻസ് മിനിസ്റ്ററാണ്. അപ്പം ഞാൻ കംപ്ലീറ്റ് ഡ്രസ്സിൽ വെബിങ്ങും ഒക്കെ ആയിട്ട് ക്യാപ്പൊക്കെ ആയിട്ടാണ് പോകുന്നത്. മിസ്റ്റർ വെങ്കട്ടരാമൻ എൻ്റെ അടുത്ത് നടന്നു വന്ന്, നിങ്ങളാണ് ഗാർഡ് കമാൻഡർ, യു ആർ ദ ഗാർഡ് കമാൻഡർ. ഐ സെഡ് യെസ്. നന്നായിട്ട് പണിടുങ്കോ അല്ലെന്നൊക്കെ ഷീ വിൽ ഗെറ്റ് അനോയ്ഡ്. അപ്പോൾ ബിക്കോസ് ഐ നോ ദാറ്റ് ഇന്ദിരാഗാന്ധി വാസ് വെരി സ്ട്രിക്റ്റ് ആൻഡ് വെരി അയൺ റെഡി ലൈഫ്. എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ എവരിബഡി വിൽ ഗെറ്റ് ബുൾഷിറ്റ്. സോ ഐ വാസ് വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ പ്രാക്ടീസ് ഹി ആസ്ക്ഡ് മീ, യു വാണ്ട് ടു പ്രാക്ടീസ്? യെസ് ഐ വാണ്ട് ടു. He asked me to go to the it was around 10 of sorry some I don't know at that time. ഞാൻ 2-3 പ്രാവശ്യം പ്രാക്ടീസ് ഞാൻ അവരോട് സംസാരിച്ചു. ബിക്കോസ് നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഷീ ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലീഡർ ഇൻ ദ കൺട്രി, ഷീ ഷുഡ് സാറ്റിസ്ഫൈ. ബിക്കോസ് എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനും വല്ല ഇതാ പ്രശ്നത്തിലാവും, നിങ്ങളും പ്രശ്നമാവും. യു ഷുഡ് ഡു പ്രോപ്പർലി. 2 പ്രാവശ്യം കമാൻഡ് ചെയ്ത് ഞാൻ അതിനൊക്കെ നോക്കി. ഇറ്റ് വാസ് വെരി പെർഫെക്റ്റ്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. ദാറ്റ് വാസ് 3rd October 1984. ആ ഒക്ടോബർ 31st ഒക്ടോബറാണ് ഇന്ദിരാഗാന്ധി അസാസിനേറ്റഡ് ആവുന്നത്. എനിക്ക് വാസ്തവത്തിൽ അതൊരു വലിയൊരു ഷോക്കായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. അതിനു മുന്നേ സാറിനത് സാധിച്ചല്ലേ? അത്രയും ദിവസത്തെ വ്യത്യാസമുള്ളൂ. അപ്പൊ ആ ഫോട്ടോ എടുത്തതൊക്കെ ആ സമയത്താണോ? ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോ എടുത്തത്? അതിന് മുമ്പാണ്. അതിനു മുമ്പാണ്. ഞാനും വൈഫും ഞങ്ങൾ മീററ്റുള്ള സമയത്താണ് ഒരിക്കൽ പോയി ഇന്ദിരാഗാന്ധി ഒരു പെർമിഷനൊക്കെ മേടിച്ച് അവിടെ പോയിട്ട് കണ്ട് സംസാരിച്ചു. അവരെ കുറെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതെ അല്ലേ? ഇന്ദിരാഗാന്ധി അല്ലാതെ ഞാൻ പേഴ്സണലായിട്ട് ഇരിക്കുമ്പോൾ മനസ്സിൽ തോന്നിയോണ്ട് ചോദിക്കുക, ആ സമയത്ത് രാജീവ് ഗാന്ധിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടോ അവിടെ വെച്ച്? രാജീവ് ഗാന്ധിനെ ഞാൻ കണ്ടിട്ടില്ല, ബട്ട് ഐ അഡ്മയർ ഹിം. അതാണ് ഇങ്ങനെ സ്ഥാപനത്തിൽ രാജീവ് ഗാന്ധി എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ. ബിക്കോസ് ഹീ ഈസ് ദ വൺ ഹൂ ബ്രോട്ട് ടെക്നോളജി ഇൻ ഇന്ത്യ. ആ സമയത്ത് നമുക്ക് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആവുന്നതിന് മുമ്പ് ഇവിടെ ടെക്നോളജി അന്നൊന്നും ഒന്നുമില്ല നമ്മളതിൽ. പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞാൻ സാറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചപ്പോൾ കണ്ടിരുന്നു, ബോംബിങ്ങിന്റെ സമയത്തൊക്കെ എത്രയോ വർഷം മുമ്പുള്ള ഒരു ബോംബിങ്ങിന്റെ യുദ്ധ സമയത്തൊക്കെ സാർ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അന്നേരമൊക്കെ ഈ ഒരു യുദ്ധത്തേക്ക് അഭിമുഖീകരിക്കണം സാർ, അതിനു വേണ്ടി പോയിട്ടുണ്ടോ? മീൻസ് വാർ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടോ? ഞാൻ എൻ്റെ സർവീസ് ലൈഫിൽ 3 യുദ്ധം ഫേസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 1962. ആ സമയത്ത് ഞാൻ താമ്പരത്തായിരുന്നു. അതൊരു ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ഞാൻ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ 1965 യുദ്ധ പാക് വാർ. ആ സമയത്ത് ഞാൻ ഡൽഹിയിലായിരുന്നു. ഞാൻ വാർ ഫ്രണ്ടിൽ പോയിട്ടില്ല, പക്ഷേ ഞാൻ എല്യൂഷൻ വിമാനം മെയിൻ്റനൻസ് വർക്കായിരുന്നു എൻ്റെ. അപ്പോൾ എല്യൂഷൻ ഒരു ട്രാൻസ്പോർട്ട് വിമാനമാണ്. അത് ഫോർവേഡ് ഏരിയയിൽ പോകും. ജവാന്മാർക്ക് സപ്ലൈസ് ആയിട്ട് ഫുഡും മെഡിസിനും, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ കൊണ്ടുവരാനും, ഇഞ്ചുറി ആൾക്കാരെ കൊണ്ടുവരാനും, അല്ലെങ്കിൽ ഇവിടുന്ന് ട്രൂപ്പിനെ കൊണ്ടുപോകാനും, അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്ന ആ 65 വാറിൽ എൻ്റെ പാർട്ടിസിപ്പേഷൻ അതായിരുന്നു. 1971 ഇന്തോ പാക് വാറിൽ ഞാൻ ഐ വാസ് റിയലി തിക്ക് ഓഫ് വാർ. ഞാൻ ആ സമയത്ത് എയർഫോഴ്സ് സ്റ്റേഷൻ പത്താങ്കോട്ടായിരുന്നു. പത്താങ്കോട്ട് എയർഫീൽഡ്, പത്താങ്കോട്ട് എന്ന് പറയുന്നത് 7 കിലോമീറ്റർ ഉള്ളൂ പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന്. ഞാൻ ടെമ്പററി ആയിട്ട് കിട്ടിയ വീട് അത് എയർഫോഴ്സ് സ്റ്റേഷൻ ഈ ഇതിൻ്റെ എയർഫീൽഡിൻ്റെ അടുത്തുള്ള ഒരു ടെമ്പററി ബിൽഡിംഗ് ആയിരുന്നു. അതിലായിരുന്നു എനിക്ക് ഒരു 2 റൂം അക്കോമഡേഷൻ ആയിരുന്നു. ഞാനും വൈഫും 1.5 വയസ്സായുള്ള കുട്ടിയും അവിടെ താമസിച്ചിരുന്നു. സെപ്റ്റംബറിൽ എനിക്ക് ഉദംപൂരിലേക്ക് ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടി പോകേണ്ടി വന്നു. അവിടെ 3 മാസം ഞാൻ ഉദംപൂരിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എഗെയിൻ ഒരു എക്സ്പെരിമെൻ്റ് ബേസിൽ ഡൽ ഹൗസിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഉദംപൂരിൽ നിന്ന് നേരിട്ട് ഞാൻ ഡൽ ഹൗസിൽ ജീപ്പിൽ പോയി അവിടെ ഒരു 3 ദിവസം താമസിച്ച് അവിടെ എക്സ്പെരിമെൻ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഡിസംബർ 3-നാണ് ഞാൻ എയർപോർട്ട് സ്റ്റേഷൻ പട്ടാൻകോട്ടിൽ തിരിച്ചു വരുന്നത്. എൻ്റെ വീടിൻ്റെ വാതിൽ ഞാൻ ജപ്പിൽ നിന്ന് ഇറങ്ങി എൻ്റെ ലഗേജ് ഷോൾഡറിലിട്ട് ഞാൻ വീട് തുറക്കുമ്പോഴാണ് കടകടയെന്നുള്ള ഒച്ച കേൾക്കുന്നത്. എൻ്റെ വീട് എയർഫീൽഡിൽ നിന്നൊരു 300 മീറ്റർ അകലെ അത്രയുള്ള. അപ്പം ഞാൻ കണ്ടു പാകിസ്ഥാൻ എയറോപ്ലെയിൻ വരുന്നതും ബോംബ് ഇടുന്നതും
ഇവിടുന്ന് നമ്മുടെ എയർഫീൽഡിൽ നിന്ന് ആക്ക ഗൺ ഫയർ ചെയ്യുന്നത് ഒരു ദീപാവലി പോലെ. ഒരു ഈവനിങ് 5:30 ആ സമയത്ത് ഒന്ന് ഇരുട്ടി വരുന്ന സമയം. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, പത്മ, വാർ സ്റ്റാർട്ടഡ്. അപ്പം പിന്നെ അവിടെ ഒരു മനുഷ്യനും ഇല്ല. എല്ലാവരും ഞാൻ ഉദംപൂർ പോയതിനിടയ്ക്ക് എല്ലാ ഫാമിലിയും എവാക്യുവേറ്റ് ചെയ്തു. ഒരു മനുഷ്യനുമില്ല. അങ്ങനെ ഞാൻ ഓഫീസിൽ വിളിച്ചു, ആ ഫോൺ എടുക്കുന്നില്ല. എക്സ്ചേഞ്ചിൽ ഞാൻ മെസ്സേജിൽ നിന്ന് വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. കുറേ കയറും അവിടെ കയറുന്ന എൻ്റെ വൈഫ്, മോള് ഭയങ്കര കരച്ചിൽ പേടിച്ചിട്ട്. വൈഫും അത് കഴിഞ്ഞപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടില്ലായി. എനിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് പിന്നീട് ഫൈനലി ഞാൻ എയർപോർട്ട് ടെലിഫോൺ എടുത്തിട്ട് മെസ്സ് തൊട്ടടുത്ത മെസ്സിൽ അവിടെ കംപ്ലീറ്റ് ഇരുട്ടാണ്, ലൈറ്റൊന്നുമില്ല. ബിക്കോസ് ഈവനിങ് ആയാലും 5:30 6 ആയപ്പോഴേക്കും കംപ്ലീറ്റ് ഇരുട്ടായി. ഡിസംബറാണല്ലോ. അങ്ങനെ എക്സ്ചേഞ്ച് വന്നു, ലൈനിൽ കിട്ടി. അന്ന് മാനുവൽ എക്സ്ചേഞ്ച്, ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് അല്ല പട്ടാങ്കോട്. എനിക്ക് എൻ്റെ യൂണിറ്റ് കിട്ടി. അവരെ എനിക്കൊരു ജീപ്പ് അയച്ചു. ആ ജീപ്പിൽ ഞാൻ വെളിയിൽ പോയി താമസിച്ചു. അവിടെ 2 ദിവസം താമസിച്ചു. ഡിസംബർ 5 ഞാൻ വൈഫിനെയും കുട്ടിയും തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞു. അന്ന് ട്രെയിനൊന്നും ലൈറ്റില്ല, വെള്ളമില്ല, ചപ്പാത്തില്ല. അവർ കുറേ സഫർ ചെയ്തു. അന്ന് എന്നെ ഒരു സ്ക്വാഡനയുടെ മാത്യുവും ഞാൻ മത്തായി എന്നാണ് അവനെ പറയാറുള്ളത്. അവൻ്റെ വീട്ടിൽ ഞാൻ വെളിയിൽ താമസിച്ചിരുന്നു, ടൗണിൽ. അവൻ എന്നോട് പറഞ്ഞത് ചേട്ടാന്നാണ് വിളിക്കാറുള്ളത്. ചേട്ടൻ എങ്ങും പോകണ്ട, ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഡ്രൈവറോട് വിളിച്ച് പറഞ്ഞു, ഈ യൂണിറ്റിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ സുഖനിവാസ്, ആ വീടിൻ്റെ പേര് സുഖനിവാസിലുണ്ടാവും, എൻ്റെ നാളെ കാലത്ത് ജീപ്പ് കൊടുത്താൽ. പിറ്റേ ദിവസം കാലത്ത് രാവിലെ 7 o'clock ജീപ്പ് വന്നത്. ഒരു കോപ്പൽ ഘോഷ് അവൻ എന്നോട് പറഞ്ഞു, സർ, ഐ എം വെരി സോറി ടു ഇൻഫോം യു, യുവർ ഹൗസ് ഈസ് ബോംബ്ഡ്. ഞാൻ സന്തോഷിച്ചു. ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. അത് പോയി കിടന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു. അതിൻ്റെ വൈഫും കുട്ടികളും ഇല്ലെങ്കിൽ അത് പ്രശ്നമാകുമായിരുന്നു. ഞാൻ ചെന്നു, വീട്ടിൽ പോയി നോക്കി, എല്ലാവരും തരിപ്പണമായി കിടക്കണം. ഒന്നും കിട്ടിയില്ല എനിക്ക്. ഈവൻ ഒന്നും കിട്ടിയില്ല. എൻ്റെ സാരിയും അതും അന്ന് എനിക്ക് ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല, കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് എൻ്റെ ഡ്രസ്സുകളും മോളുടെ ഡ്രസ്സ്, കളിപ്പാ എല്ലാം നഷ്ടപ്പെട്ടു. സാറിൻ്റെ ലൈഫിൽ ഒരു ദിവസം വീണ്ടും ജീവിക്കാനായിട്ട്, കഴിഞ്ഞു പോയ ഒരു ദിവസം വീണ്ടും ജീവിക്കാനായിട്ട് അവസരം കിട്ടിയാൽ ഏത് ദിവസമായിരിക്കും സാറ് തിരഞ്ഞെടുക്കുക? സെയിം 29th ജൂൺ. ബിക്കോസ് ഞാൻ 29th ജൂൺ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ആ സെയിം ഡേറ്റ് അല്ല. ബിക്കോസ് എനിക്ക് എൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്, ഐ ആം എ ബ്ലെസ്ഡ് പേഴ്സൺ. ഞാൻ ഒരു 10ാം ക്ലാസ് മാത്രം പഠിച്ചു, വെളിയിൽ പോയി. അവിടെ നിന്ന് എനിക്ക് എയർഫോഴ്സിൽ ജോലി കിട്ടി. അവിടെ നിന്ന് ഒരു എൻജിനീയറിംഗ് ഡിഗ്രി എടുത്തു. ഈ നില വരെ വരാൻ പറ്റിയത് ബിക്കോസ് ഓഫ് മൈ ഡേറ്റ് ഓഫ് ബർത്ത്. സാറിന് ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു യുവാക്കളുണ്ടല്ലോ, അവരോട് ഒറ്റ മിനിറ്റിൽ അവർക്കൊരു ജീവിത പാഠം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? നല്ല മനുഷ്യനായി ജീവിക്കുക, ആരും ഉപദ്രവിക്കരുത്, സ്നേഹിക്കുക, സഹായിക്കുക, വിത്തിൻ യുവർ ലിമിറ്റ്. ഒരു എഴുത്തുകാരാവാൻ ട്രൈ ചെയ്യുക. ബിക്കോസ് നമ്മളുടെ ഫീലിങ്സും എല്ലാനും എഴുത്തിലൂടെയാണ് നമുക്ക് ബാക്കിയുള്ള ജനങ്ങളെ അറിയിക്കാൻ പറ്റുക. എഴുത്തിലൂടെ നമുക്ക്, എഴുത്തെന്ന് പറയുന്നത് ഒരു സാഗരമാണത്, ഇതിന് അതിർത്തിയില്ല. നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാകും. ഒരു കുട്ടി നടന്ന് പരിശീലിക്കുമ്പോൾ താഴെ വീഴും, എഴുന്നേൽക്കും, പിന്നെ അത് പിന്നെ നടന്നുകൊണ്ടേയിരിക്കും. ദാറ്റ് ഷുഡ് ബി ദ മോട്ടോ ഓഫ് എനി പേഴ്സൺ. നമുക്ക് എപ്പോഴും പരാജയങ്ങളുണ്ടാവാം ജീവിതത്തിൽ. ആ പരാജയം കൊണ്ട് നിരാശപ്പെടരുത്. അതൊരു പാഠമാണ്. നമ്മളത് പഠിച്ചു എന്നുള്ള അത് തരണം ചെയ്യുക, എങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ സക്സസ് ഇസ് ആൾവേസ്. പിന്നെ വേറെ ഒരു മോട്ടീവ് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, ഒരു എയിം ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒരു മൗണ്ടെയിനാണ് നമ്മൾ എയിമുള്ളത്, അറ്റ്ലീസ്റ്റ് അതിനുകൊണ്ട് വർക്കൗട്ട് ചെയ്താൽ പകുതി നിലയിലെങ്കിലും നമ്മൾ എത്താതിരിക്കില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതാണ്. ഞാൻ എയർഫോഴ്സ് സ്റ്റേഷൻ ശ്രീനഗറിൽ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ എയർഫോഴ്സ് സ്റ്റേഷൻ ശ്രീനഗറിലായിരുന്നു.
ആ സമയത്ത് എനിക്ക് സിദ്ധു ഒരു ഫ്രണ്ട് ഉണ്ട്, സർദാർജി ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ എന്നോട് പറയുമായിരുന്നു, അവൻ എൻ്റെ ഒരു മെൻറ്റർ ആക്ച്വലി. ഞാൻ ഐ നെവർ ഫോർഗെറ്റ് യു. ഞങ്ങൾ രണ്ടുപേരും വെളിയിൽ പോകും, ഞങ്ങൾ പഹൽഗാമിൽ എവിടെയും പോകുമ്പോൾ. ഒരിക്കൽ ഞാൻ പഹൽഗാമിൽ വെച്ചിട്ടാണ് നർഗീസും രാജ് കപൂറും അവിടെ ഷൂട്ടിങ് നടണ്ടായിരുന്നത്. എനിക്ക് ഞങ്ങൾക്ക് അവർ ട്രോഫിയൊക്കെ തന്നു. വളരെ കുറേ നേരം ഞങ്ങൾ അവിടെ അരുവിയിൽ നിന്ന് മീൻ പിടിക്കും. ഇങ്ങനെ കൈ പിടിച്ച് പൊക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രൗട്ടും മീൻ കിട്ടും. അത്ര ധാരാളം. അവിടെ ആൾക്കാർ മീൻ തിന്നില്ല, അതിൻ്റെ പേരിലായിരിക്കാം അത്ര സമയം. അങ്ങനെയുള്ള അവൻ എന്നോട് പറയും, ആൾക്ക് ഓഫീസേഴ്സൊക്കെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ഡോണ്ട് യു വാണ്ട് ടു ബിക്കം വൺ ഓഫ് ദോസ് ലൈക്ക് ദാറ്റ് എന്നോട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി. അപ്പോൾ അതിനോട് പറയുമായിരുന്നു, യു ട്രൈ ടു എയിം ഫോർ ബിക്കമിങ് ആൻ ഓഫീസർ. അതാണ് എനിക്ക് എന്നൊരു വലിയൊരു പ്രചോദനം. അതാണ് ഞാൻ എൻജിനീയറിംഗ് പോയി പഠിച്ചതും. അതിനിടയ്ക്ക് സാഹചര്യങ്ങളുണ്ടായിരുന്നു. എയർഫോഴ്സ് സ്റ്റേഷൻ താമ്പരം, ചെന്നൈ, എനിക്ക് ആ സമയത്ത് സ്ഥലം മാറ്റം കിട്ടിയിട്ടില്ലായിരിക്കും. എനിക്ക് ഗിണ്ടി എൻജിനീയറിംഗ് കോളേജിൽ ചേർന്ന് പഠിക്കാൻ സാധിക്കില്ല. അവിടെ പഠിച്ചു ഈവനിങ് ക്ലാസ്സിൽ. അതുമ്പോൾ ഞാൻ എയർഫോഴ്സിൽ നിന്ന് എനിക്ക് പെർമിഷൻ കിട്ടി പോയി പഠിക്കാനായിട്ട്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. അത് ബിക്കോസ് ഓഫ് മൈ ടൈം ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. സാറിന്റെ ജീവിതം ഒരു സിനിമയാക്കുവാണെങ്കിൽ അതിൽ ഏത് സീനായിരിക്കും സാർ ഫസ്റ്റ് എടുക്കുക? എൻ്റെ ജീവിതം ഒരു സീനാക്കുക. സിനിമ ഒരു സിനിമയാക്കുവാണെങ്കിൽ ഫസ്റ്റ് സീൻ എന്തായിരിക്കും? ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് ലൈക്ക് ദാറ്റ്, അവർ ഞാൻ എടുക്കണമെന്നോ അതോ വേറെ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ? അല്ല, ഇപ്പോ സാർ എടുക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും സാറിന്റെ ജീവിതം ഒരു സിനിമയാക്കാൻ പോവാണ്. ഓക്കെ, അപ്പം സാറിന് ഒരു സജഷൻ പറയാം, എന്റെ ഫസ്റ്റ് സീൻ ഇതായിരിക്കണം എന്നുള്ളത്. ഞാൻ ഇന്ദിരാഗാന്ധിക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന സീൻ അതായിരിക്കും ഫസ്റ്റ് സീൻ അല്ലേ? അത് ഭയങ്കര നല്ലൊരു, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്കെന്നല്ല, ആർക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയ ഒരു മനുഷ്യനും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. എൻ്റെ പുസ്തകത്തിൽ മൈ എയർഫോഴ്സ് ഡേയ്സ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. എൻ്റെ കംപ്ലീറ്റ് നാരേഷൻ. എനിക്ക് ഷൈനസ് ഇല്ല. അപ്പം ചില ആൾക്കാർ ഞാൻ എയർമാനായിരുന്നു, അത് ഞാനിങ്ങനെ പഠിച്ച് കഷ്ടപ്പെട്ട് വന്നത്, ഞാൻ അങ്ങനെയൊന്നും മറച്ചു വയ്ക്കത്തില്ല. ബിക്കോസ് എല്ലാവർക്കും ഒരു പ്രചോദനം കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മൈ എയർഫോഴ്സസിൽ ഞാൻ കൊടുത്തിട്ടുണ്ടത്. ഞാൻ എയർഫോഴ്സിൽ ചേർന്നപ്പോൾ എങ്ങനെയാണ്, അതിനുശേഷം എന്തൊക്കെയായി, എയർഫോഴ്സ് ചേരുന്നതിന് മുമ്പ് എന്തായിരുന്നു, പിന്നെ ഞാൻ എൻജിനീയറിംഗ് പഠിച്ചത് എങ്ങനെ, എത്ര കഷ്ടപ്പെട്ടാണ് എൻജിനീയറിംഗ് പഠിച്ചത്. ഞാൻ 3 കൊല്ലം കൊണ്ട് എൻജിനീയറിംഗ് ഡിഗ്രി കഴിച്ചു. അതായത് ബിക്കോസ് ഞാൻ എൻ്റെ എയർഫോഴ്സ് വയർലെസ് മെക്കാനിക് എന്നുള്ള എൻ്റെ ആ ട്രേഡ് സർട്ടിഫിക്കറ്റ് അത് ഈക്വൽ ടു 3 ഇയർ ഡിപ്ലോമയാണ്. അതിൻ്റെ പേരിൽ എനിക്ക് ലാറ്ററലായിട്ട് എൻജിനീയറിംഗ് കയറാൻ പറ്റും. അപ്പം എൻ്റെ അതൊക്കെ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് ഒരു പ്രചോദനം കിട്ടണം, അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവണം, എന്തുകൊണ്ട് എനിക്കങ്ങനെ ചെയ്തുകൂടാ. എൻ്റെ ഒരു പുസ്തകമുണ്ട്, എയിം ദ മൗണ്ടൻ യു വിൽ റീച്ച് ദ ഹാഫ്. പുസ്തകമുണ്ട്. അത് നമ്മളെപ്പോഴും ഞാൻ പിള്ളേരോടും ആർക്കും സ്റ്റുഡൻസിനോടും എന്നെ പരിചയപ്പെട്ട് സംസാരിക്കുന്നവരെല്ലാവരോടും യങ്സ്റ്റേഴ്സ് പറയും, നിങ്ങൾ പഠിക്കുമ്പോൾ ആൾവേസ് എയിം, എനിക്കൊരു IAS ഓഫീസർ ആവണം, അല്ലെങ്കിൽ IPS ഓഫീസർ ആവണം. അത് നിങ്ങൾ പകുതിയെങ്കിലും എത്തായിരിക്കില്ല, എന്തെങ്കിലും എത്തും. യു സ്റ്റഡി ദാറ്റ്. വാട്ട് എവർ യു ഡു സിൻസിയർലി ആൻഡ് വിത്ത് maximum effort, with the aim focused on achieving the objective. Always. ഞാനൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ഞാൻ ടോപ്പിലെത്തണം. അറ്റ്ലീസ്റ്റ് പകുതിയെങ്കിലും നമ്മൾ എത്താതിരിക്കില്ല. താങ്ക് യു സോ മച്ച് സർ. കുറേ നല്ല നിമിഷങ്ങളായിരുന്നു. ഒരുപാട് എന്താ പറയുക, നമ്മളത് കേട്ടിരിക്കുമ്പോൾ ഞാനും ആലോചിക്കുമായിരുന്നു നമ്മൾ എങ്ങനെ എയിം ചെയ്യണം. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്ത വന്നെങ്കിൽ നമ്മൾ ഈ വീഡിയോ എടുത്തതിനൊരു ഗുണമുണ്ടായി. അതാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ മൂല്യം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും സാറിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. 84 years ആയി സാർ ഇന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിഷ് ചെയ്യാത്ത പുസ്തകങ്ങൾ, രചനയിലുള്ള പുസ്തകങ്ങളൊക്കെ സാറിൻ്റെ കയ്യിലിരിക്കുകയാണ്. ഒരുപാട് നേട്ടങ്ങൾ സാർ ജീവിതത്തിൽ കൈവരിച്ചു. ഒത്തിരി സന്തോഷം സാറിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ.